നെറ്റിയിൽ ഇങ്ങനെ കൈവെക്കുക. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹ് 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 അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ. കണ്ടോ, 7 തവണ അതും പറയാം. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിന്റെ തുടർച്ചയെന്നോണം പറയുന്നുണ്ട്. ഈ സ്വഹാബി ഒന്ന് ചോദിക്കുമ്പോൾ മുത്തനബി തങ്ങൾ പറയാണ്, നിങ്ങൾ കൈ വെച്ചിട്ട് 3 തവണ എന്ത് പറയണം? ബിസ്മില്ലാ എന്ന് പറയണം. എന്നിട്ടോ ഇംസഹ് ബിയമീനിക് സബ്അ മർറാത്ത്. ഇംസഹ് ബിയമീനിക് സബ്അ മർറാത്ത്. നേരത്തെ കൈ ഇങ്ങനെ വെച്ചോണ്ട് അഊദു ബില്ലാഹി വഖുദ്റതിഹി എന്ന് ചൊല്ലാനാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയണത് എങ്ങനെയാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 തവണ തടവുക. ഏത് കൈ വെക്കണം? വലത് കൈ വെക്കണം. അപ്പോൾ നമുക്ക് 2 ഹദീസും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലായി, കൈവെക്കാൻ പറഞ്ഞെടുത്ത് ഏറ്റവും നല്ലത് ഏത് കൈവെക്കലാണ്? വലത്തെ കൈവെക്കലാണ്, അല്ലേ? വലത്തെ കൈവെക്കലാണ്. അപ്പോൾ ആ വലത്തെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി 3 തവണ പറഞ്ഞിട്ട് പിന്നെ 7 തവണ തടവുകയാണ്. അപ്പോൾ ഔദു ഇങ്ങനെ കൈവച്ചിട്ട് ഔദു ബില്ലാഹി വഖുദ്റതിഹി മിൻ